ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും ബ്രൂവറിൻ്റെയും കഥയാണ്. നമസ്കാരം സാർ. സിഗ്മണ്ട് ഫ്രോയിഡ് ആധുനിക മനഃശാസ്ത്രത്തിന്റെ ഫാദർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു. മോഡേൺ സയന്റിഫിക് സൈക്കോളജിയുടെ ഫാദർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം വൂണ്ടാണ്. അദ്ദേഹം ജർമ്മനിയിലെ ലെപ്സിഗിൽ ആദ്യത്തെ സൈക്കോളജി ലാബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫാദർ നമുക്ക് കൃത്യമായിട്ട് പറയാം. കാരണം അവിടെ ഒരു എക്സ്പെരിമെന്റ്, റിയാക്ഷൻ ടൈം എക്സ്പെരിമെന്റിലൂടെയാണ് ഈ പറയുന്ന വില്യം വൂണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള എഡ്വേർഡ് ബ്രാഡ്ഫോർഡ്, ടിച്ച്നർ തുടങ്ങിയ ആളുകളൊക്കെ മേഖലയിലേക്ക് പോപ്പുലർ ആയിട്ട് വരുന്നത്. പക്ഷേ ഫ്രോയിഡിന്റെ കാലത്ത് ഈ ഒരു ലബോറട്ടറി അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്നുള്ളതിന് അപ്പുറത്തേക്ക് വേറൊരു രീതിയിലായിരുന്നു അദ്ദേഹം ഡീൽ ചെയ്തത്. ഇവരൊക്കെ ഏകദേശം ഒരേ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്, പക്ഷെ പല ദേശങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ മോഡേൺ സൈക്കോളജിയുടെ ഫാദർ, അതായത് സൈക്കോളജിനെ ഒരു സയന്റിഫിക് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അടിത്തറ പാകിയ ആൾ തന്നെയാണ്. നമുക്കൊരിക്കലും വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല ഫ്രോയിഡിന്റെ തിയറീസും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസും. അപ്പൊ അദ്ദേഹത്തിന്റെ പല തിയറികളും പല രീതിയിലുള്ള വിവാദജനകമായിട്ടുള്ള രീതിയിൽ കടന്നു പോയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വരെ ചിന്തിക്കാനും ഡിസ്കസ് ചെയ്യാനും പാടില്ല എന്ന് പോപ്പ് കൾച്ചർ അല്ലെങ്കിൽ മുഖ്യധാര സമൂഹം വിചാരിച്ചിരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ തിയറിയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈഡിപ്പസ്, ഇലക്ട്ര, അതൊക്കെ ഫ്രോയിഡ് പിന്നീട് മനഃശാസ്ത്ര വശത്തിലൂടെ ഇലക്ട്ര കോംപ്ലക്സ് അല്ലെങ്കിൽ ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള കൺസെപ്റ്റുകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എനിവേ ഞാൻ അത്തരത്തിലുള്ള തിയററ്റിക്കൽ സൈഡിലേക്കല്ല ഡീപ്പായിട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ പല തിയറികൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്തുകൊണ്ടോ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ആണ് പിന്നീട് സൈക്കോളജിയിലെ പല രീതിയിലുള്ള തോട്ടുകളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് ചില ആളുകൾ ഫ്രോയിഡിന്റെ തിയറി ഔട്ട്ഡേറ്റഡ് ആണ് അല്ലെങ്കിൽ ഫ്രോയിഡ് ഔട്ട്ഡേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട ആള്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് വിസ്മരിക്കാനായിട്ട് സാധിക്കില്ല. നല്ലൊരു അക്കാഡമീഷ്യൻ അല്ലെങ്കിൽ ഒരു റിസർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാത്തിനും ഉൾക്കൊണ്ടുകൊണ്ട്, ഈവൻ നമ്മുടെ മനസ്സിന്, നമ്മുടെ വ്യക്തിത്വത്തിന്, നമ്മുടെ വാല്യൂസിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളെ പോലും നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇംപ്രൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ കാലത്ത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സന്തത സഹചാരിയായിരുന്ന ബ്രൂവർ, ഇവരുടെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഫ്രോയിഡും ബ്രൂവറും തമ്മിലാണ്, ഫ്രോയിഡും യുങ്ങും തമ്മിൽ ബന്ധം വരുന്നതിന് മുമ്പ് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ വളരെ പ്രിവേലന്റ് ആയിട്ട് നിന്ന ഒരു കാര്യമാണ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോസിസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഫ്രാൻസ് മെസ്മർ, അത് വളരെ മുമ്പുണ്ടായിരുന്ന ഒരു ചിന്തകനാണ്. അദ്ദേഹം ഈ പറയുന്ന മെസ്മറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അദ്ദേഹം ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നു. ഈ മെസ്മറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിന് ചുറ്റിനും, അല്ലെങ്കിൽ ഈ ആനിമൽ മാഗ്നറ്റിസം അർത്ഥമാക്കുന്നത് ഒരു എനർജി ഫീൽഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് കാന്ത ചികിത്സ പോലുള്ള കാര്യങ്ങളൊക്കെ അന്ന് മെസ്മർ കൊണ്ടുവന്നു. അദ്ദേഹത്തിലൂടെ ഹിപ്നോസിസ് പോലെയുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഹിപ്നോസിസ് സ്റ്റേജിൽ ആളുകൾ കടന്നു പോകുന്ന അവസ്ഥകൾ, അദ്ദേഹത്തിന്റെ ഉദ്യാനത്തിലൊക്കെ ഇങ്ങനെ ആളുകൾ ഹിപ്നോട്ടിക് മയക്കങ്ങളിൽ കിടക്കുന്നുണ്ടായിരുന്നു എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ട്രാജഡീസ് ഉണ്ടായി. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല, വിഷയം അതല്ലാത്തതുകൊണ്ട്. പക്ഷെ അദ്ദേഹമാണ് ഈ പറയുന്ന ഹിപ്നോസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വീണ്ടും വീണ്ടും പോപ്പുലാരിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. അതിനു മുൻപും ഇത്തരത്തിലുള്ള ഹിപ്നോട്ടിക് ആയിട്ടുള്ള അവസ്ഥകളിലേക്ക് മനുഷ്യൻ പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഫ്രോയിഡിന്റെ ഒക്കെ ഈ ബ്രൂവറിന്റെ ഒക്കെ കാലത്ത്, എസ്പെഷ്യലി ബ്രൂവർ ആണ് കൂടുതൽ ഹിപ്നോസിസിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അന്ന ഓ എന്ന് പറയുന്ന ഒരു ക്ലൈന്റ്, അതൊരു നിക് നെയിം ആണ്, അവരുടെ യഥാർത്ഥ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. എനിവേ അവര് ഇങ്ങനെ ഹിസ്റ്റീരിയ ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ പല രീതിയിൽ കൈ മരച്ചു പോകുന്നു, അല്ലെങ്കിൽ കാല് മരച്ചു പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ശരീരത്തിന് മരവിപ്പുകളും പ്രശ്നങ്ങളും ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസും മാനസിക പ്രശ്നങ്ങളുമായിട്ടാണ് ഈ ബ്രൂവറിന്റെ അടുത്തെത്തുന്നത്. അപ്പൊ ബ്രൂവർ ഒരു ഫിസിഷ്യൻ ആയിരുന്നു. ഹിപ്നോസിസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ ഈ അന്ന ഓയുമായിട്ട് സംവദിക്കുകയാണ്, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഇവരുടെ ഉള്ളിലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ട്രോമാസും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ബ്രൂവറിന്റെ മുന്നിൽ കെട്ടഴിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്ന ഒരു ചിമ്മിനി ക്ലീനിങ് പോലെയായിരുന്നു. അതായത് അവരുടെ മനസ്സിലെ പല രീതിയിൽ ഈ പറയുന്ന എട്ടുകാലി വല പോലെ പിടിച്ചു കിടന്ന പല പ്രശ്നങ്ങളും ഇദ്ദേഹത്തിന്റെ മുന്നിൽ പറഞ്ഞപ്പോൾ അവരുടെ ഈ പറയുന്ന ഈ കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥ പോലും മാറിപ്പോയി. അപ്പൊ അതൊരു ടെമ്പററി സ്റ്റേജ് ആയിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ ബ്രൂവർ കുറിക്കുകയുണ്ടായി. പക്ഷെ ഇതിൽ സംഭവിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രൂവർ വിവാഹിതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അന്നത്തെ കാലഘട്ടം നമുക്കറിയാം വളരെ ട്രഡീഷണൽ ആയിട്ട് പോകുന്ന അവസ്ഥകളാണ്.
അപ്പൊ ആളുകൾ ഇത്തരത്തിലുള്ള മൂല്യത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന ഇന്നത്തെ കാലം പോലെയല്ല. അപ്പൊ ഈ അന്ന ഓയ്ക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു താല്പര്യം ഇയാളോട്, ഒരു റൊമാൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ സൈക്കോളജിയിൽ അതിന് വേറൊരു ടേമാണ്, അത് ഞാൻ പറയാം. അങ്ങനെ ഒരു കണക്ഷൻ വരുന്നതായിട്ട് ബ്രൂവറിന് ഫീൽ ചെയ്തു. അപ്പൊ ബ്രൂവർ അതില് ഇവരുടെ കൂടുതൽ അടുപ്പം, അതായത് ഇവർ ഇയാളിലേക്ക് ഡിപ്പെൻഡ് ആകുന്നത് പോലുള്ള ഒരു കണ്ടീഷൻ വരികയാണ്. അത് ബ്രൂവർ ഭയന്നു, അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിനൊക്കെ ബാധിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ ഡിസ്കംഫർട്ട് ആയിരുന്നു. അങ്ങനെ ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ബ്രൂവർ ഈ വിഷയം ഫ്രോയിഡിന്റെ അടുത്ത് തുറന്നു പറയുകയാണ്. ഫ്രോയിഡ് സുഹൃത്താണ്. ഇവരൊക്കെ, ഈ ഫ്രോയിഡ് അന്ന് ഫിസിഷ്യൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് തുറന്നു പറഞ്ഞപ്പോൾ ഫ്രോയിഡ് ഈ വിഷയം, ഓക്കെ ശരി, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ കേസ് വിട്ടേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രോയിഡ് ആ കേസിലേക്ക് പിന്നീട് ഡീപ്പായിട്ട് പഠനത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അന്നാവോ എന്ന് പറയുന്ന പേഷ്യന്റിന്റെ കേസ് സ്റ്റഡി, ഈ ഫ്രോയിഡിന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് കേസ് സ്റ്റഡി. ഒരു പേഷ്യന്റിനെ കുറിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത്, മാനസികവും ആയിട്ടുള്ളതും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അപ്പോൾ ആ കേസ് എടുത്ത് കൃത്യമായിട്ട് അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ഈ ഇവരുടെ യഥാർത്ഥത്തിൽ ഈ അന്നാവിടെ പല പ്രശ്നങ്ങളും ബ്രൂവറുമായിട്ടുള്ള ഈ ഒരു തെറാപ്പിസ്റ്റ് ക്ലൈന്റ് ബന്ധത്തിൽ കൂടെ ഹീലായി പോയിട്ടുണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞൊരു പോസിറ്റീവ് റിസൾട്ട് ആണല്ലോ. അപ്പൊ ആ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാനായിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം കാരണമായി. അപ്പൊ ഫ്രോയിഡ് പറഞ്ഞു ഇതിനെ നമുക്ക് ട്രാൻസ്ഫറൻസ് എന്ന് വിളിക്കാം. അപ്പൊ ട്രാൻസ്ഫറൻസ് പല രീതിയിലുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പോസിറ്റീവ് ട്രാൻസ്ഫറൻസ് ഉണ്ട്, നെഗറ്റീവ് ട്രാൻസ്ഫറൻസ് ഉണ്ട്. ഇപ്പൊ പോസിറ്റീവ് ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ക്ലയന്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള ബന്ധത്തിൽ ക്ലയന്റിന് ഗുണമാകുന്ന രീതിയിൽ സൈക്കോളജിസ്റ്റിന് ഗുണമാകുന്ന രീതിയിലും, അതായത് ഈ തെറാപ്പിനെ എയ്ഡ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ വരുവാണ് അതിനെ പോസിറ്റീവ് ട്രാൻസ്ഫറൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ നെഗറ്റീവ് ട്രാൻസ്ഫറൻസ് നേരെ ഓപ്പോസിറ്റ്, അതായത് തെറാപ്പി എന്നുള്ള പ്രോസസ്സിനെ ഹിൻഡർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ ഫ്രോയിഡ് ഈ ട്രാൻസ്ഫറൻസിനെ കുറിച്ച് പഠിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങി എന്നുള്ളതാണ്. കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്താണ്, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശകലനം ചെയ്തു എന്നുള്ളതാണ്. ആ വിശകലനങ്ങൾ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പല റൈറ്റിങ്സിൽ വരികയും അങ്ങനെ ഇത് പോപ്പുലാരിറ്റിയിലേക്ക് വരികയും ചെയ്യുകയാണ്. അപ്പൊ ഈ ബ്രൂവറും ഫ്രോയിഡും തമ്മിലുള്ള ബന്ധം വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് കാണുന്നത്. ശരിക്കും സുഹൃത്തിനുണ്ടായ ഒരു കൺഫ്യൂഷനെ ഇദ്ദേഹം ഒരു അവസരമായിട്ടെടുത്ത് അതിനെക്കുറിച്ച് പഠിക്കുകയും, വളരെ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ബ്രൂവർ ആ ദേശത്തുനിന്ന് തന്നെ മാറിപ്പോവുകയും അദ്ദേഹത്തിന്റെ കൺവെൻഷണൽ ഫീൽഡിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം. അപ്പൊ അദ്ദേഹത്തിന്റെയും ഫ്രോയിഡിന്റെയും ഒക്കെ മാന്യമായിട്ടുള്ള രീതി, എത്ര എത്തിക്സിന്റെയും മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഫീൽഡിനെ സമീപിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മേഖലകൾ മാത്രമല്ല, ഇപ്പൊ ലീഗൽ സെക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഈ എത്തിക്സും മൊറാലിറ്റിയും കീപ്പ് ചെയ്യാതെ ഒരുപാട് ആളുകൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ. അവരുടെ ലക്ഷ്യം പണം മാത്രമാണ്, ടെമ്പററി ആയിട്ടുള്ള പണം മാത്രം. പക്ഷെ ഈ വ്യക്തികൾക്കൊക്കെ യഥാർത്ഥത്തിലുള്ള കോൺട്രിബ്യൂഷൻ നൽകിയത് കൊണ്ടാണ് ഈ ഫ്രോയിഡിനെ പോലെയൊക്കെയുള്ള വ്യക്തികൾക്ക് പോപ്പുലാരിറ്റിയും കൂടെ കിട്ടി. എല്ലാ കാലത്തും അവർ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ ഇന്ന് ഇത്തരത്തിലുള്ള മൂല്യബോധങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള പ്രൊഫഷണൽ സെറ്റിങ്ങുകളിലൂടെ പോകുന്ന വ്യക്തികൾക്കൊക്കെ ഒരു അപവാദവും, അല്ലെങ്കിൽ അന്ന് തന്നെ ഈ മഹാരഥന്മാര് നമുക്ക് മാർഗങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു യുക്തിവാദി ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് എന്താ പറയാ, ഈ പറയുന്ന വാല്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്തിക്സും മൊറാലിറ്റിയും പണത്തിനപ്പുറത്തിന് കീപ്പ് ചെയ്തുകൊണ്ട്, ഈ പ്രൊഫഷൻസ് എല്ലാം നല്ല പണം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊഫഷൻസ് ആണ്. എത്തിക്സും മൊറാലിറ്റിയും കീപ്പ് ചെയ്തുകൊണ്ട് പോയാൽ തന്നെ നല്ല പണവും പോപ്പുലാരിറ്റിയും ഉണ്ടാക്കാം. അങ്ങനെയുള്ളവർക്കാണ് പോപ്പുലാരിറ്റിയും കൂടെ ബോണസ് ആയിട്ട് കിട്ടുന്നത്. അന്ന് ഈ മഹാ വ്യക്തികള് മാർഗം കാണിച്ചു തന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പലരും പറയും എനിക്ക് അങ്ങനെ ദൈവവിശ്വാസമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ എത്തിക്സ് മൊറാലിറ്റി ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഒക്കെ പറയും. പക്ഷേ ഈ ഫ്രോയിഡ് ലോകം കണ്ട നിരീശ്വരവാദികളിൽ, അല്ലെങ്കിൽ യുക്തിവാദികളിൽ, നിരീശ്വരവാദി എന്ന് പറയുന്നതിനേക്കാളും യുക്തിവാദികളിൽ അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. കാരണം യുക്തിക്കനുസൃതമായിട്ട് മാത്രം അദ്ദേഹം പിന്നീട് മുന്നോട്ട് പോയത്. കാൾ ഗുസ്താവ് യുങ് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എന്ന പോലെ വരികയും പിന്നീട് യുങ് ഈ സൈക്കോളജിയിലേക്ക് സ്പിരിച്വാലിറ്റിനെയും കൂടെ കണക്ട് ചെയ്തത് ഫ്രോയിഡിന് ദഹിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. കാരണം ഫ്രോയിഡ് യുക്തിയിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. അപ്പൊ ഫ്രോയിഡ് കേസ് സ്റ്റഡി കൂടെ കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോവാണ്. പക്ഷേ ഈ ഫ്രോയിഡ് ഹിപ്നോസിസിനെ പിന്നെ ഫോളോ ചെയ്തില്ല. അതായത് ഫ്രോയിഡ് ഹിപ്നോസിസിന് പകരം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡ് സ്വയം ഡെവലപ്പ് ചെയ്തു. ബെറ്റർ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ അസോസിയേഷൻ എന്ന് പറയും. ഹിപ്നോസിസിൽ നമ്മൾ ക്ലയന്റിനെ പല സ്റ്റെപ്സിൽ കൂടെ കൊണ്ടുപോയിട്ട് ഒരു ഹിപ്നോട്ടിക്, ഒരു സ്ലീപ്പിനും വെയ്ക്ക്ഫുൾനെസ്സിനും ഇടയിലുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എടുക്കുകയോ കൊടുക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് സജഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ഈ ഫ്രീ അസോസിയേഷനിൽ ഫ്രോയിഡ് തലയുടെ ഭാഗത്ത് സോഫയിലിരിക്കുന്നു, അടുത്തുള്ള വേറൊരു സോഫയിൽ ഈ പേഷ്യന്റ് കിടക്കുന്നു. എന്നിട്ട് അവർക്ക് വായി തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അത് ഫുള്ള് ഫ്രോയിഡ് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇവരുടെ അബോധ മനസ്സിലുള്ള കാര്യങ്ങൾ പിന്നീട് ഈ നോട്ട് വിശകലനം ചെയ്തിട്ട് ഫ്രോയിഡ് പുറത്തെടുത്തിട്ട് എന്താണ് ഇവരുടെ റിയൽ ആയിട്ടുള്ള പ്രശ്നം എന്നുള്ളത് കണ്ടെത്തും.
അപ്പൊ ഈ സൈക്കോ അനലിറ്റിക് സ്കൂൾ ഓഫ് തോട്ട് ഇങ്ങനെ ഫ്രോയിഡിലൂടെ പിന്നീട് വളർന്നു വരികയാണ് സൈക്കോ അനാലിസിസ്. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും ഈ കേസ് സ്റ്റഡി, ഫ്രീ അസോസിയേഷൻ, ഡ്രീം ഇന്റർപ്രിട്ടേഷൻ, അതായത് ആളുകൾ കാണുന്ന സ്വപ്നത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തിമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന TAT പോലുള്ള ടെസ്റ്റുകൾ വരുന്നത്. പല പിക്ചറുകൾ കാണിച്ചിട്ട്, ഇപ്പൊ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പല പിക്ചറുകൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ അവർ ചോദിക്കും. അപ്പൊ അതിനെക്കുറിച്ച് എഴുതുകയോ പറയുകയോ ചെയ്യുമ്പോൾ ആ പറഞ്ഞെത്തിന്ന് അല്ലെങ്കിൽ ആ എഴുതിയെത്തിന്ന് സൈക്കോളജിസ്റ്റ് ഇവരുടെ റിയൽ പ്രോബ്ലം കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൂടുതലും മനസ്സെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ, അതുപോലെ തന്നെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളുടെ ഒക്കെ ബേസിൽ നിന്നുകൊണ്ടായിരുന്നു ചെയ്തത്. ഇന്നും ഈ കാര്യങ്ങൾ പ്രിവൈലന്റ് ആണ്. ഈ ഫ്രോയിഡ് ഒരിക്കലും മരിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് ഇന്ന് പുതിയ രൂപത്തിൽ വരികയാണ്, സൈക്കോ ന്യൂറോ അനാലിസിസ് എന്നുള്ള രീതിയിൽ. അതായത് ഈ കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് മൈൻഡുകളെ കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിന്റെ ഒരു ഭാഗമുണ്ട്, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോയുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട് എന്നുള്ള രീതിയിലുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ഈ ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസിന്റെ പുതിയ വേർഷനായിട്ടുള്ള സൈക്കോ ന്യൂറോ അനാലിസിസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ ഫ്രോയിഡ് അന്ന് പാകിയ വിത്തുകൾ ഇന്നും മരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ചരിത്രത്തിനെയും ഈ മഹാരഥന്മാരെയും ബഹുമാനിച്ചുകൊണ്ട് പുതിയ ഈ ഫീൽഡിലേക്ക് വരുന്നതായിട്ടുള്ള വ്യക്തികൾ, അതുപോലെ തന്നെ ഇതിൽ താല്പര്യമുള്ള അടിസ്ഥാനത്തിലും കൂടെ ചിന്തിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്കാരം.